എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഇതുവരെയുള്ള എല്ലാ ബില്ലും ഒന്ന് കളക്ട് ചെയ്ത് തന്നുവെന്ന്. എല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഞാൻ തന്നേക്കാം എന്ന് ഗോവർദ്ധൻ പറയുന്നു. അപ്പോഴത്തേക്കും ബബിത ഇറങ്ങി വരുന്നു. എന്നിട്ട് അച്ഛൻ പോകുന്നില്ലേ അമ്മയെ കാണാൻ എന്ന് ചോദിക്കുമ്പം, നീ കണ്ടോ അമ്മയെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല എന്ന് പറയും. എന്നാൽ ഞാനും പോയി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വൈജയന്തിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന പയ്യെ അടുത്തിരിക്കും. എന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും പരാതിയുണ്ടോ, ചികിത്സാ പിഴവ്, നേഴ്സുമാരുടെ അശ്രദ്ധ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിനേക്കാൾ വലിയ പിഴവ് പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം എന്ന് പറയുമ്പോൾ, അതേതായാലും നന്നായി എന്ന് ബാലേന്ദ്രൻ പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, എല്ലാം ഞാൻ സഹിച്ചോളാം എന്ന് പറയുന്നു. അന്നേരം സഹിക്കണം, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, പിന്നെ എത്രയും പെട്ടെന്ന് ശരിയായി എഴുന്നേറ്റ് പോവാ, എന്നിട്ട് വേണം നമുക്ക് രണ്ടാം അംഗം തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, രണ്ടാം അംഗത്തിന് എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ കിടന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, ഇവിടെ കിടന്നുകൊണ്ട് എന്താണാവോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അന്നേരം വൈജയന്തി പറയുവാണ്, ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയക്കും, അന്നേരം അതിലൊന്ന് ഒപ്പിട്ട് തന്നേക്കണം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അങ്ങനെ ഒരു ഡിവോഴ്സ് നേരിട്ട് നീ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അന്നേരം വൈജയന്തി കൊടുക്കുന്ന മറുപടി, എനിക്കിവിടുന്ന് എങ്ങോട്ടാണ് പോകാൻ മേലാത്തത്, എനിക്ക് ജോലിയുണ്ട്, കൈ പൈസയുണ്ട്, ഞാൻ ഒരു ഫ്ലാറ്റ് അങ്ങ് വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് ഞാനും മക്കളും അങ്ങോട്ട് മാറും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര മക്കളാണ് ഉള്ളത് എന്ന്. അന്നേരം അതെന്താ അങ്ങനെ ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, നീ എത്ര മക്കളെ പ്രസവിച്ചു എന്ന് ചോദിക്കുവാണ്. അതെന്താ ബാലേന്ദ്രൻ അറിയത്തില്ലേ എന്ന് ചോദിക്കുവാണ് തിരിച്ച്. അന്നേരം എനിക്കറിയാം, നിനക്കോ അറിയാവോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ എന്ന് പറയുമ്പം, ഞാൻ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അത് നീ വിവാഹത്തിന് ശേഷം പ്രസവിച്ചതല്ലേ, അതിനു മുമ്പ് എത്രണ്ണത്തിനെ പ്രസവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോഴേക്കും വൈജയന്തി അങ്ങ് ദേഷ്യപ്പെടുവാണേ. ഇതുപോലുള്ള വർത്തമാനം എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചത് ബാലേന്ദ്രൻ്റെ മറ്റവളാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനു മുമ്പ് എൻ്റെ മറ്റവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്, ഇനി നിനക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവാ, അവിടെ കൊണ്ട് നിർത്താം, അപ്പോൾ ആ കണക്കങ്ങ് ടാലി ആകുമല്ലോ എന്ന് പറയുമ്പം, ഈ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറയുവാണ് ദേഷ്യപ്പെട്ട വൈജയന്തി. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും അതിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. വൈജയന്തി എന്തോ നേടിയ പോലെ ഒരു തർക്കിച്ച് ജയിച്ചൊരു ഭാവത്തിൽ അവിടെ കിടപ്പുണ്ട്. ഈ സമയം നമ്മുടെ ബബിതയും രോഹിത്തിനെയും കൂട്ടി അവർ കടപ്പാട്ടൂരിലേക്ക് എത്തിയായിരുന്നു. രണ്ടെണ്ണത്തിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാട്ടോ. അന്നേരം അവർ ഇറങ്ങുക എന്ന് പറയുന്നുണ്ട് രാജീവിനും ശിവനും. അന്നേരം നിങ്ങൾ പോയി അച്ഛനോട് സംസാരിക്കുക, എന്നിട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോൾ, അത് ഞങ്ങൾ സംസാരിച്ചോളാം, നിങ്ങൾ ഇറങ്ങുക എന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ട് രോഹിത്ത് ബബിതയോട് പറയാം, നിനക്കല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ ഭയങ്കര തിടുക്കം, അങ്ങ് ഇറങ്ങടി എന്ന് പറയുന്നു. രണ്ടുപേരും ഇറങ്ങിയിട്ട് കാറിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കുക കേട്ടോ, അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ശിവനും രാജീവനും അങ്ങോട്ട് കയറി ചെന്ന് അവർ കോളിമ്പല്ലടിക്കുന്നു. വന്ന് തുറക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീന ഒന്ന് വാതിൽ തുറന്ന് കഴിയുമ്പം, ഞങ്ങളിങ്ങോട്ട് വന്നത് ബാലേന്ദ്രനെ ഒന്ന് കാണാനാണ്, ബാലേന്ദ്രൻ ഇല്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പം, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ബബിതും രോഹിത്തും കൂടെ ഉണ്ട് എന്ന് പറയുമ്പം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിങ്ങനെ അലീന പറയും. അദ്ദേഹം ശിവൻ, എടാ രോഹിത്തെ ബബിതെ കയറി വാ എന്ന് പറയുന്നു. അന്നേരം അവർ കയറി പോരുന്നുണ്ട്. അതുപോലെ അവരോട് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പേ പറയുന്നുണ്ടായിരുന്നു, വാതിൽ തുറന്ന് കഴിയുമ്പോൾ ആരോടും ഒന്നും പറയാൻ നിൽക്കേണ്ട, നേരെ റൂമിലേക്ക് പോയിക്കോണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടെണ്ണോടെ കയറി വരുന്നു. കയറി വരുമ്പോഴും രോഹിത്ത് ഭയങ്കര ദേഷ്യത്തോടെ അലീനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം ഇത്തിരി ദേഷ്യത്തോടെ അലീനെ നോക്കിയിട്ട് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. നേരെ അലീന അകത്തോട്ട് കയറി ചെല്ലും. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, രാജീവിനോടും ശിവനോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കുടിക്കാൻ എന്താ എടുക്കണ്ടേ എന്ന്. അന്നേരം നീ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ പോയി ചെയ്തു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾക്കിപ്പോൾ ഒന്നും വേണ്ട, നിനക്കിങ്ങനെ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് ആരോടും ദേഷ്യവും പരിഭവവും ഒന്നുമില്ല, നിങ്ങളൊക്കെ ആരാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് വരണ്ടായിരുന്നു എന്ന്, എല്ലാവരും ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇനിയിപ്പോൾ തിരിച്ചു പോകാനും പറ്റില്ലല്ലോ എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട്, നീ ഇനി തിരിച്ചു പോകുകയൊന്നും വേണ്ട, നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിക്കും നോക്കേണ്ടത് ഞങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നിടം വരെ എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ സഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് നാളത്തേക്ക് നിനക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഇവിടുന്ന് മാറി നിൽക്കണം
തരണം എന്നിങ്ങനെ പറയുവാണ്. എന്നത്തേക്കും വേണ്ട, കുറച്ച് നാളത്തേക്ക് മതിയെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അച്ഛൻ സമ്മതിക്കാതെ ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന് പറയുവാണ്. അന്നേരം അവന്മാർ രണ്ടുപേരുടെ അലീനെ തിരിക്കാനാട്ടോ നോക്കുന്നത്. രാജീവൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ നന്നായിട്ട് നോക്കിയുണ്ട് ബാലേന്ദ്രൻ, പക്ഷെ അതിൻ്റെ പിറകിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നിന്നെ അയാളൊരു തുറുപ്പുചീട്ടായിട്ടാണ് കാണുന്നത്, വൈജയന്തിക്കെതിരെ കളിക്കാനുള്ളൊരു തുറുപ്പുചീട്ടായിട്ട്. അതുകൊണ്ടാണ് നിന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാത്തത് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ ആരാണ് എന്നറിഞ്ഞപ്പം വേറെ ആരാണെങ്കിലും എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടേനെ. ശരിക്കും എന്നോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തോന്നേണ്ടത് അച്ഛനല്ലേ, പക്ഷെ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും നിങ്ങൾ പോലും എന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നിങ്ങൾക്കറിയാലോ, അങ്ങനെയൊന്നും അച്ഛൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയായിരുന്നു, പിന്നെ അച്ഛൻ തോക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിക്കും, അച്ഛൻ അത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അവർ പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കണം, അപ്പുറത്ത് നിൽക്കുന്നത് നിൻ്റെ പെറ്റമ്മയാണ്, അത് മറക്കരുത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എനിക്ക് മറ്റാരേക്കാളും, എൻ്റെ അമ്മയെക്കാളും അച്ഛനേക്കാളും വേറെ ആരേക്കാളും എനിക്ക് വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ആ രീതിയിലാണ് അച്ഛൻ എന്നെ നോക്കുന്നത്. പിന്നെ അച്ഛൻ ദേഷ്യത്തോടെ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അച്ഛനെ പറ്റിച്ചതിനുള്ള ദേഷ്യമാണ്, അത് ഏതൊരു മനുഷ്യനും കാണിക്കില്ലേ, അതേ അച്ഛൻ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ശരിക്കും ഒരു എലിയെ ഇട്ട് കളിപ്പിക്കുന്ന പോലെ വൈജയന്തി ഇട്ട് കളിപ്പിക്കുവാണ് എന്നൊക്കെ പറയുമ്പം അച്ഛൻ എന്താ ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല, അച്ഛൻ്റെ മകളായി കരുതിയ എന്നെ ഇവിടുന്ന് ഇറക്കി വിടിയല്ല എന്ന് അച്ഛൻ വാശി പിടിച്ചു, അല്ലാതെ അച്ഛൻ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വൈജയന്തിയോടുള്ള ദേഷ്യം കൊണ്ടാണ്, അല്ലാതെ അലീനയോട് ഇത്രമാത്രം വലിയ സ്നേഹമൊന്നും ഇല്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അന്നേരവും അലീന ബാലേന്ദ്രൻ്റെ ആ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഭയങ്കര കഷ്ടമായി പോയല്ലോ, ഇതിനി എങ്ങനെയാണ് ഒന്ന് സോൾവ് ആക്കുന്നത് എന്ന് രാജീവൻ ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട് കൂടുതലായിട്ട് ഒന്നും വേണ്ട, അച്ഛനെ സ്നേഹിക്കണം, ഇത്രയും കാലം അച്ഛനെ വഞ്ചിച്ചതാണ്, ആ ഒരു മനസ്സ് അമ്മയ്ക്ക് കാണണം, അങ്ങനെ അത് മനസ്സിൽ കരുതി അച്ഛനെ കുറച്ച് സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യണം, അതുപോലെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടും എന്നുള്ള മനസ്സും മാറ്റണം, അത്രയൊക്കെ ചെയ്താൽ തന്നെ അച്ഛൻ പതിയെ തണുത്തോളും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. വൈജയന്തി അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്കറിയാലോ, അതുകൊണ്ട് അവർക്ക് ആകെ വിഷമമാണ്. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ബാലേന്ദ്രൻ വരുന്നുണ്ട്. വണ്ടിയുടെ ഓണ് കേൾക്കുന്ന രണ്ടെണ്ണത്തിന് ടെൻഷനാണ്. എന്തായാലും വണ്ടിയിൽ നിന്ന് ബാലേന്ദ്രനും കൃഷ്ണമോളും ഇറങ്ങും. എന്നിട്ട് കൃഷ്ണമോൾ അയ്യോ ഇത് കൊല്ലപ്പള്ളിയിലെ കാറാണല്ലോ, ഇവിടെ അലീന ചേച്ചി തന്നെയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുക. അന്നേരം ബാലേന്ദ്രൻ അത് സാരമില്ല, അത് അവൾ ഡീൽ ചെയ്തോളും, ഇപ്പോൾ അവർ ബന്ധുക്കളല്ലേ, ഞാനല്ലേ അന്യനുള്ളൂ എന്നിങ്ങനെ പറയുക. അന്നേരം കൃഷ്ണമോൾ അങ്ങനെയാണോ എന്നിങ്ങനെ സംശയത്തോടെ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ കഴിഞ്ഞിട്ടേ അവൾക്ക് മറ്റാരും ഉള്ളൂ എന്നെനിക്കറിയാമെന്ന് പറയും. അന്നത്തേക്കും അലീന ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് അവർ വന്നിട്ടുണ്ട്, അതുപോലെ കൂടെ ബബിതയും രോഹിത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നോ, കഷ്ടമായി പോയി, കമലേട്ടത്തേക്ക് ഒന്ന് അറിഞ്ഞ് പെരുമാറാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുത്തിയെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് അവരകത്തേക്ക് കയറി പോരുക. കയറി വരുന്ന ബാലേന്ദ്രൻ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ ഹോസ്പിറ്റലിലൊന്ന് പോയതായിരുന്നു, ഞാൻ ശത്രുവാണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ബില്ലെല്ലാം കൂടെ എടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ മൊത്തം ബില്ല് 8 ലക്ഷത്തി എത്രയോ സംതിങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് ഇത് നീ നിൻ്റെ ഭാര്യയെ ചികിത്സിച്ച പൈസയല്ലേ, അത് എന്തിനാ എൻ്റെ കയ്യിലോട്ട് തരുന്നത്, ഞാൻ ഇനി ഇത് തിരിച്ചു തരണോ എന്ന് ചോദിക്കുമ്പം ചെയ്യണം, അത് റീഫണ്ട് ചെയ്യണം എന്ന് പറയും. അന്നേരം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, നിൻ്റെ ഭാര്യ നീ ചികിത്സിച്ച പണം ഞങ്ങൾ തരണമെന്നോ, അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് രാത്രി വൈജയന്തി 1:30 മണിക്ക് എന്നെയും എൻ്റെ മക്കളെയും ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കൊല്ലപ്പള്ളിക്ക് 11 കിലോമീറ്റർ ഉണ്ട്, ഇവിടുന്ന് ഏകദേശം 77 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് അപകടം നടന്നത്, അതായത് അവൾ നിങ്ങളുടെ റീജിയനിൽ കയറി, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അവളെ നോക്കേണ്ടത് എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട് ഇതുപോലത്തെ ഒരു മുരട്ടുവാദം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക, ഇതെന്താ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതല്ല, അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എൻ്റെ ഭാര്യയായിട്ടാണെങ്കിൽ എനിക്ക് ചികിത്സിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അതല്ലാണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ കൊല്ലപ്പള്ളിക്കോ വാടക വീട്ടിലേക്കോ ആണോ പോകുന്നതെങ്കിൽ ഈ പണം എനിക്ക് നഷ്ടമാകും, അതുകൊണ്ടാണ് ഇത് റീഫണ്ട് ചെയ്യണോ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ശിവൻ പറയുന്നുണ്ട് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും, ഉറപ്പായിട്ടും വരുമെന്ന്. അന്നേരം അത് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരാ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഒരു 50 രൂപ മുദ്രപത്രം മേടിച്ച് വൈജയന്തി
പേര് കൊണ്ട് അതൊന്ന് എഴുതിച്ച് മേടിക്കണമെന്ന് പറയും. അതായത് അതിനുള്ള രീതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവിനോട് വഴക്കിട്ട് ഇറങ്ങിയത്, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇനി എന്നും അനുസരണയോട് കൂടി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവരുടെ വീട്ടിൽ ഭാര്യയായിട്ട് ഞാൻ നല്ല ഭാര്യയായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ എഴുതി ഒപ്പിട്ട് മേടിച്ചോണ്ട് തന്നെ എന്നാണ് പറയുന്നത്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം വൈജയന്തി ചെയ്തു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ പൈസ എനിക്ക് റീഫണ്ട് ചെയ്തേക്കണം എന്ന് പറയുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട്, റീഫണ്ട് ചെയ്തേക്കാം, ഇന്ന് തന്നെ ഞങ്ങൾ റീഫണ്ട് ചെയ്തേക്കാം, അതുകൊണ്ട് നീ രക്ഷപ്പെടുവോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അവൾ എൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന അത്രയും സമയമേ എനിക്ക് അവളെ നോക്കേണ്ട കടമയുള്ളൂ, അതല്ല എങ്കിൽ അവൾ നിങ്ങളുടെ പെങ്ങളാണ്, അവളെ നോക്കേണ്ട കടമ നിങ്ങൾക്കാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വിവാഹം ആലോചിച്ചു വന്നത് നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലെത്തിയതിന് ശേഷം മാത്രമാണ്. എപ്പോഴും ബാലേന്ദ്രൻ എല്ലാ യോഗ്യതയും തികഞ്ഞവനായിരുന്നു, എന്നിട്ടാണ് നിങ്ങൾ എന്നോട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഒന്ന് പ്രസവിച്ച പെങ്ങളെ മറ്റൊരുത്തൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് കാണിച്ച നിങ്ങളെയൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് ശിവൻ പറയും. അന്നേരം ഞാനിപ്പോൾ എന്താണ് ആവശ്യമില്ലാത്തത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൾ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല, അവൾ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ പൈസ മൊത്തം ഞാൻ റീഫണ്ട് ചെയ്ത് അങ്ങോട്ട് തന്നിരിക്കും, അല്ലാത്ത പക്ഷം അവൾ നിങ്ങളുടെ പെങ്ങൾ മാത്രമാണ്, അങ്ങനെയുള്ളപ്പം എൻ്റെ ശത്രുവിന് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് ബാലേന്ദ്രൻ. അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് രണ്ടും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനിടയ്ക്ക് ബാലേന്ദ്രനോട് അവർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഈ ആയുസ്സും ആരോഗ്യവും പണവുമെല്ലാം ഒരു പെണ്ണിനോട് മല്ലടിച്ച് തീർക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ മൂവിലൂടെ ബാലേന്ദ്രൻ്റെ മനസ്സങ്ങ് മാറ്റാനാണ് നോക്കുന്നത്. പക്ഷേ ബാലേന്ദ്രൻ വിട്ടുകൊടുക്കത്തില്ലല്ലോ, പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നു ബാലേന്ദ്രൻ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, മനസ്സിൽ ദേഷ്യവും പകയും ഒക്കെ ഇങ്ങനെ തിളച്ച് കയറി വരുവാണ്. കാരണം ഇപ്പോഴും വൈജയന്തിക്ക് ആ അഹങ്കാരത്തിന് ഒരു പൊടിക്ക് പോലും മാറ്റം വന്നിട്ടില്ലല്ലോ, അതാണ് ബാലേന്ദ്രൻ്റെ ദേഷ്യം മൊത്തം. അതുപോലെ തന്നെ സ്വഭാവമുള്ളൊരു മോളും തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലീന കുടിക്കാനുള്ള ജ്യൂസുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ വേണ്ട എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോവുക ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം അത് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ ബബിത. അത് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്, അടിച്ച് നിന്റെ കാരണം പൊട്ടിക്കുവാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന്. മിക്കവാറും അവളെ കൊണ്ട് തന്നെ അതങ്ങ് തുടപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമായിരിക്കും. ഏതായാലും ഇതിനിടയ്ക്ക് നമ്മുടെ മനുവിനെയും അലീനയും കാണിക്കുന്നുണ്ട്, അവരൊരു കുട്ടി റൊമാൻസും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.